Welcome to BSc Main Physics. Paper 3 Electronics. Semester 5, Paper 3 Electronics, BSc Main Physics, Unit 5 continuation. Today we see oscillators. From Unit 5, feedback and oscillator circuits, we start oscillators today. Now, class number 45, Semester 5, BSc Main Physics, Paper 3 Electronics. So what are oscillators? What are oscillators? Oscillators എന്ന് പറഞ്ഞാൽ എന്താണ്? You look here, oscillators are positive feedback amplifiers producing electromagnetic waves. Oscillators are positive feedback amplifiers producing electromagnetic waves. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓസിലേഷൻസ് സൃഷ്ടിക്കുന്ന ഡിവൈസുകളെ ആംപ്ലിഫയേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്റേഴ്സ്. Principle of oscillator or principle of positive feedback, or it is also we read as Barkhausen criterion for oscillation. Barkhausen criterion for oscillation. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസറാണ്, എല്ലാ പരീക്ഷയ്ക്കും കാണുന്ന ഒരു ഷോർട്ട് ആൻസറാണ് Barkhausen criterion for oscillation. എന്താണെന്ന് നോക്കാം നമുക്ക്. You read as Barkhausen, Barkhausen, Barkhausen criterion for oscillation, or principle of oscillator circuit, or principle of positive feedback. എങ്ങനെ ചോദിച്ചാൽ ഒരേ ഉത്തരമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The gain of a positive feedback amplifier is given by AF is A by 1 minus AM. You remember, this is positive feedback amplifier case. AF is A by 1 minus AM, where A is a gain without a feedback. Without a feedback, and M is the feedback ratio, and AM is the loop gain. ആ ഇക്വേഷനകത്തെ ഓരോ ടൈമിനും ഒരു പേരുണ്ട്. എ ഇൻറ്റു എമ്മിനെ ലൂപ്പ് ഗെയിൻ എന്ന് പറയും. ഈ എ വിളിക്കുന്ന പേര് ഓപ്പൺ ലൂപ്പ് ഗെയിൻ, എഫിനെ വിളിക്കുന്ന പേര് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. നിങ്ങൾ ഇക്വേഷനകത്ത് ആ ടേംസ് വേണമെന്ന് പറയാം നമുക്ക്. എ ഇൻറ്റു എം ലൂപ്പ് ഗെയിൻ എന്ന് പറയും, എഫിനെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറയും, എ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. അതായത് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് എ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് എ എഫിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. എ ഇൻറ്റു എമ്മിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് ഗെയിൻ. അങ്ങനെ വ്യത്യസ്തമായ പേരുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. എ വിളിക്കുന്ന പേരാണ്, അത് എ എന്ന് പറഞ്ഞാൽ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. എ എഫ് എന്ന് പറഞ്ഞാൽ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. എ ഇൻറ്റു എമ്മിനെ വിളിക്കുന്ന പേര് ലൂപ്പ് ഗെയിൻ. അപ്പോൾ ഇവിടെ ഈ ലൂപ്പ് ഗെയിൻ എം 1 ആണെങ്കിൽ നമ്മുടെ ആ മുകളിലത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? എ എഫ് ഈസ് എ ബൈ 1 minus 1. 1 minus 1 is 0. That is a by 0, which is infinity. Any number by 0 is infinity, you know. But AF, what is gain? That is VO by VI. So we can write VO by VI is equal to infinity in the case of positive feedback when AM is 1. VO by VI is infinity, or VI by VO is 1 by infinity is 0. The meaning is VI is 0. Input is 0 for the amplifier. Input is 0 for the amplifier. When AF is infinity, VI is 0 for the amplifier. That is, output is obtained even if the input is 0. Output infinity ആണ്, ഇൻപുട്ട് 0 ആണെങ്കിൽ കൂടി എന്നൊരു രീതിയാണ് അവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഈവൻ ഇഫ് ദ ഇൻപുട്ട് ഈസ് 0. ഇൻപുട്ട് ഇവിടെ 0 ആണല്ലോ, ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ടാണ് ഇൻഫിനിറ്റി ഗെയിൻ നമുക്ക് വന്നത്. ദ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഈവൻ ഇഫ് ദ ഇൻപുട്ട് ഈസ് 0. ഇൻ ദാറ്റ് കേസ് ഇൻ ദ ആംപ്ലിഫയർ ബിക്കംസ് ആൻ ഓസിലേറ്റർ. ഇത്രയൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയൽ കണ്ടീഷനെ പറയാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലി സംഭവിക്കുന്നത് ആംപ്ലിഫയർ ഓസിലേറ്റ് ചെയ്യും. ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഈവൻ ഇഫ് ദ ഇൻപുട്ട് ഈസ് 0. In that case, amplifier becomes an oscillator. So, an oscillator is called an amplifier without input. ഇപ്പോൾ ഇൻപുട്ട് ഇല്ലെങ്കിലും ഔട്ട്പുട്ട് ഉണ്ട്, ഗെയിൻ ഇൻഫിനിറ്റി ആണ്. അത്തരം ഒരു കേസാണ് ഇവിടെ സംഭവിക്കുന്നത്. അന്നേരം ആംപ്ലിഫയർ ഓസിലേറ്റർ ആയിട്ട് മാറും. അപ്പോൾ നോക്കുക, ഇൻപുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. അത്തരം കേസിൽ ആംപ്ലിഫയർ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, സോ ആൻ ഓസിലേറ്റർ ഇസ് കോൾഡ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഇൻപുട്ട്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും.
ഷോ ദാറ്റ് ആൻ ഓസിലേറ്റർ ഈസ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഇൻപുട്ട് എന്ന് ചോദിച്ചാൽ മുകളിലാണ് ഉത്തരം. ദർ ആർ 2 ബേസിക് റിക്വയർമെൻറ്റ്സ് ഫോർ ഓസിലേഷൻസ്. അപ്പോൾ നമ്മൾ ഈ മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഈ ഓസിലേഷൻ ഉണ്ടാകാൻ, ആംപ്ലിഫയർ ഓസിലേറ്ററായി പ്രവർത്തിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട്, 2 അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 2 റിക്വയർമെൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്പർ 1 ലൂപ്പ് ഗെയിൻ A into M is 1. A into M 1 ഇട്ടാണല്ലോ നമ്മൾ ഇൻഫിനിറ്റി കണ്ടുപിടിച്ചത്. അപ്പോൾ ഒന്നാമത്തെ റിക്വയർമെൻറ്റ് ലൂപ്പ് ഗെയിൻ A into M is 1. രണ്ടാമത്തത് ഫീഡ്ബാക്ക് ഷുഡ് ബി പോസിറ്റീവ്. ഫീഡ്ബാക്ക് പോസിറ്റീവ് ആണെങ്കിലേ നമുക്ക് ഇങ്ങനെ വരുള്ളൂ. കാരണം നമുക്ക് AF is 1/1 minus AM എന്നുള്ള ഇക്വേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻ, 2 റിക്വയർമെൻറ്റ് വരും ഒരു ആംപ്ലിഫയർ ഓസിലേറ്ററായി പ്രവർത്തിക്കാൻ. ഒന്നാമത്തത് ലൂപ്പ് ഗെയിൻ AM is 1. രണ്ടാമത്തെ ഫീഡ്ബാക്ക് ഷുഡ് ബി പോസിറ്റീവ്. ദീസ് റിക്വയർമെൻറ്റ്സ് ആർ കോൾഡ് ബെർക്കോസൻ ക്രൈറ്റീരിയൻ ഫോർ ഓസിലേഷൻ. ഇതിനെയാണ് നമ്മൾ ബെർക്കോസൻ ക്രൈറ്റീരിയൻ ഫോർ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബെർക്കോസൻ ക്രൈറ്റീരിയൻ. ലൂപ്പ് ഗെയിൻ AM is 1 ഫോർ ദി ആംപ്ലിഫയർ ആൻഡ് ഫീഡ്ബാക്ക് ഷുഡ് ബി പോസിറ്റീവ്. അപ്പോൾ ഇതൊന്ന് ശരിക്കും പഠിച്ചുകൊള്ളണം. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന ചോദ്യമാണ്, എല്ലാ പരീക്ഷയ്ക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റേറ്റ് ബെർക്കോസൻ ക്രൈറ്റീരിയൻ ഫോർ ഓസിലേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, an oscillator is called an amplifier without input y. ഇപ്പോൾ മുകളിലാണ് ഉത്തരം. നമ്മളങ്ങനെ ഒരു ലൈനൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന ബെർക്കോസൻ ക്രൈറ്റീരിയൻ തന്നെയാണ് ഇവിടുത്തെ ഉത്തരം. ആ സെൻറ്റൻസ് ഒക്കെ എഴുതിയാൽ മതി. an oscillator is called an amplifier without input y. അപ്പോൾ മുകളിലത്തെ ഉത്തരം തന്നെ ബെർക്കോസൻ ക്രൈറ്റീരിയൻ തന്നെ എഴുതിയാൽ മതി. ആ ഒരു സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓസിലേറ്റേഴ്സാണ്. ഓസിലേറ്റേഴ്സ് എങ്ങനെയാണ് തരംതിരിക്കുക, അതിൻ്റെ അത് തരുന്ന ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ മാതൃകയിൽ ഔട്ട്പുട്ട് വേവ് ഫോം അനുസരിച്ച് ഓസിലേറ്ററിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓസിലേറ്റേഴ്സ്. ഹൗ വിൽ യു ക്ലാസിഫൈ ഓസിലേറ്റേഴ്സ്? Oscillators are broadly classified into 2, namely sinusoidal oscillators and non-sinusoidal oscillators. Oscillators are broadly classified into 2, namely sinusoidal oscillators and non-sinusoidal oscillators. So what are sinusoidal oscillators? Sinusoidal oscillators generate sine waveform, sine waves, whereas non-sinusoidal oscillators generate square wave, rectangular wave, pulse waves, etc. അപ്പോൾ 2 തരം ഓസിലേറ്റർ ഉണ്ട്. ഒരു സൈനുസോയിഡൽ ഓസിലേറ്റർ, രണ്ടാമതൊരു നോൺ സൈനുസോയിഡൽ ഓസിലേറ്റർ. സൈനുസോയിഡൽ ഓസിലേറ്റർ നമുക്ക് സൈൻ വേവ് തരും, സൈൻ വേവ് അല്ലെങ്കിൽ കൊസൈൻ വേവ് തരും. നോൺ സൈനുസോയിഡൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ അത് തരുന്ന ഔട്ട്പുട്ട് വേവും ഒന്നെങ്കിൽ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ വേവ് ഫോം ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പൾസ് വേവ്സ് ആയിരിക്കും. അതാണ് ഈ നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ് തരുന്നത്. Non-sinusoidal oscillators are also known as multivibrators, MVs, or relaxation oscillators. അപ്പോൾ നമുക്ക് സ്ക്വയർ വേവ് ഫോമൊക്കെ തരുന്ന ഈ നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൾട്ടിവൈബ്രേറ്റർ അല്ലെങ്കിൽ പറയും they are called relaxation oscillators. എക്സാമ്പിൾ ഫോർ സൈനുസോയിഡൽ ഓസിലേറ്റർ. നമ്പർ ഓഫ് എക്സാമ്പിൾ ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് മാത്രമേ ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. നേരത്തെയുള്ള സിലബസിൽ വീൻസ് ബ്രിഡ്ജ് ഓസിലേറ്ററൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി. നമ്മൾ പഠിക്കാനുള്ള ഓസിലേറ്ററിൻ്റെ മാത്രം എക്സാമ്പിൾ കൊടുക്കുകയാണ്, സൈനുസോയിഡൽ ഓസിലേറ്റർ. അപ്പോൾ സൈനുസോയിഡൽ ഓസിലേറ്ററിൻ്റെ ഒരു 3 എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ചുരുക്കി PSO എന്ന് പറയും. PSO, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ നമ്പർ 1, അതൊരു RC ഓസിലേറ്ററാണ്. റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ഉള്ള ഓസിലേറ്ററാണ്. രണ്ടാമത്തത് ഹാർട്ട്ലി ഓസിലേറ്റർ. മൂന്നാമത്തെ കോൾപിറ്റ്സ് ഓസിലേറ്റർ, ഹാർട്ട്ലി HARTLEY, ഹാർട്ട്ലി ഓസിലേറ്റർ. അടുത്തത് കോൾപിറ്റ്സ് COLPITTS, കോൾപിറ്റ്സ് ഓസിലേറ്റർ. അത് LC ഓസിലേറ്ററാണ്. LC ഓസിലേറ്ററി സർക്യൂട്ട് ഉപയോഗിക്കുന്ന ഓസിലേറ്ററാണ് LC ഓസിലേറ്റേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ഹാർട്ട്ലി ഓസിലേറ്റർ ആൻഡ് കോൾപിറ്റ്സ് ഓസിലേറ്റർ.
ഇനി മൾട്ടി വൈബ്രേറ്റേഴ്സ്. നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ് ഓർ MVs, മൾട്ടി വൈബ്രേറ്റേഴ്സ്, അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട്സ്. അതൊന്നും നമുക്ക് ഇലക്ട്രോണിക്സിൽ പഠിക്കാനില്ല. ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കാനുണ്ട്, അത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് പേപ്പറിലാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പേപ്പറിനകത്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളത്, മൾട്ടി വൈബ്രേറ്റർ ഉള്ളത്. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക്സിനകത്ത് ഈ നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ് പഠിക്കാനില്ല. അപ്പോൾ ഇത് മൂന്നും പഠിക്കാൻ ഇവിടെ ഇല്ലാത്ത, ഈ പേപ്പറിൽ ഇല്ലാത്തതാണ്, വേറെ സ്ഥലത്ത് പഠിക്കും. And that is all with your 45th class on electronics. Thank you very much.